ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് യൂണിവേഴ്സിറ്റിയെ വിശ്വസിച്ചാലും KTUവിനെ വിശ്വസിക്കരുത് എന്നൊരു വാചകം നമ്മുടെ ബിടെക് വിദ്യാർത്ഥികളുടെ ഇടയിൽ 2019 മുതൽ തന്നെ ഇങ്ങോട്ടുണ്ട്. കാരണം 2015 നിന്ന് സ്കീം മാറി 19 സ്കീമായി. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത് 2024 സ്കീമാണ്. അപ്പോൾ KTUവിനെ കുറിച്ച് ആദ്യം മുതൽ തന്നെ ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ്, ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്നു, സപ്ലി എടുപ്പിക്കുന്നു, പിന്നീട് റീവാല്യൂഷൻ കൊടുക്കുമ്പോൾ വലിയ മാർക്ക് വ്യത്യാസം വരുന്നു. അപ്പോൾ കൃത്യമായിട്ട് അതിൽ പരിഗണിക്കുന്നില്ല, പിള്ളേരുടെ കയ്യിൽ നിന്ന് റീവാല്യൂഷൻ ഫീസ് മേടിക്കാൻ വേണ്ടി കുറേ ഉഡായിപ്പുകൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ, അതായത് ഈ ആരോപണം അങ്ങനെ നിൽക്കുമ്പോൾ പോലും KTU ഇപ്പോൾ കൃത്യമായിട്ട് അവരുടെ ടൈം ടേബിൾ ആയിക്കോട്ടെ, അവരുടെ വാല്യൂഷൻ ആയിക്കോട്ടെ, സർക്കുലറുകൾ ആയിക്കോട്ടെ, കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ KTU S1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയാണ് എങ്കിൽ എക്സാം റിസൾട്ട് ഡേറ്റ് ഉൾപ്പെടെ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതെ, ഓക്കെ, നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, KTU വാല്യൂഷൻ എങ്ങനെയായിരിക്കും? എളുപ്പമായിരിക്കുമോ അല്ലെങ്കിൽ ലിബറൽ ആയിരിക്കുമോ? അതുമല്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും സപ്ലി എടുപ്പിക്കുന്ന തരത്തിൽ പണി തരുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ പേപ്പറുകൾ നോക്കുന്നത് KTU അഫിലിയേറ്റഡ് കോളേജുകളിലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ മറ്റു കോളേജുകളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സാണ്, അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം +1 +2 SLC പരീക്ഷ ഈ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ കൊടുക്കുന്ന പോലെ തന്നെ KTU വാല്യൂഷൻ ക്യാമ്പുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 12 ചോദ്യങ്ങളാണ് ഓരോ പരീക്ഷയ്ക്കും ഉള്ളത്. ഗ്രാഫിക്സ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, മെക്കാനിക്സും ഗ്രാഫിക്സും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ ഓരോ 9 മാർക്കിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യന്, സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഇത്ര പോയിന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഇക്വേഷൻ ഉണ്ടോ, ആ ഒരു സ്റ്റെപ്പ് ഉണ്ടോ, ഫൈനൽ ആൻസർ ഉണ്ട് എങ്കിൽ അതിനൊരു 1 മാർക്ക്, മാക്സിമം 1 മാർക്കിൽ കൂടുതലൊന്നും ഫൈനൽ മാർക്കിന് വരില്ല. പക്ഷേ ഫൈനൽ മാർക്ക് തെറ്റാണെങ്കിൽ പോലും ഒരു മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യന്, മാത്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പിൽ തുടങ്ങിയിട്ടുണ്ടോ, അത് എടുത്തെഴുതിയിട്ടുണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ആൻസർ കീസ് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഇലക്ട്രോണിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആണ് എങ്കിൽ ആ ഒരു ഡയഗ്രാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ആ കൃത്യമായിട്ടുള്ള ഗ്രാഫ് അവർ വരച്ചിട്ടുണ്ടോ, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ. ഇനി ഗ്രാഫിക്സിലാണെങ്കിലോ, ഗ്രാഫിക്സിൽ അവർ ഡൈമെൻഷൻ കൊടുത്തിട്ടുണ്ടോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഡൈമെൻഷൻ കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ, അതെല്ലാം അതിൻ്റെതായിട്ടുള്ള പൊസിഷനുകളിലാണോ. ഇനി ഫൈനലി ടച്ച് വരുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. ഈ പറയുന്ന തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പാസ് മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഷീറ്റിൽ, ആൻസർ ഷീറ്റിൽ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിൽ KTU വാല്യൂഷൻ വളരെ പാടൊന്നും ആയിരിക്കില്ല, ആക്കുകയും ഇല്ല, വളരെ സിമ്പിൾ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് KTUവിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന പല ആരോപണങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും അവർ തന്നെ ഇപ്പോൾ അത് പരിഹരിച്ച് വരികയാണ്. വീണ്ടും വിദ്യാർത്ഥികളെ വീണ്ടും പ്രശ്നങ്ങളിലേക്കും ഇത്തരത്തിൽ പണി തരുന്ന തരത്തിലേക്കും ഇടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾ വേണമെങ്കിൽ സംശയങ്ങളായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കാം, റിപ്ലൈ ആയിരുന്നതായിരിക്കും.